فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. الخلق حقا أم لهوا എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? അത് ഹക്കായ നിലക്കാണോ, അതല്ല വെറുമൊരു തമാശയായി വിനോദമായ രൂപത്തിലാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ സ്വയംഭൂവാണ്. മനുഷ്യനെ ആരും സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്ന വാദക്കാരും അങ്ങനെ ഒരു സമൂഹവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തികച്ചും തെറ്റാണെന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണെന്നും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഈബിൻ, ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് ലഈബിൻ, ഒരു കളിയായിട്ടല്ല, ഒരു തമാശയായിട്ടല്ല. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫായിലീൻ, ഇതൊരു ലഹ്വായിക്കൊണ്ട്, വെറുമൊരു വിനോദമായിക്കൊണ്ട് അതായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ നാം ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെ ചെയ്യുന്നവനല്ല. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞപ്പോൾ സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു പറയുന്നത് വമാ ഖലഖ്നസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അവക്കിടയിലുള്ള വസ്തുക്കളെയും ലഈബീൻ, ഒരു കളിയായിട്ട് അല്ലെങ്കിൽ നാം ഇതിലൊരു വിനോദമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ടോ മാ ഖലഖ്നാകുമാ ഇല്ലാ ബിൽ ഹഖ്, ഇവിടേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. മാ ഖലഖ്നാഹ, നാം അവയെ രണ്ടിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖ്, ഹക്കായ നിലക്കല്ലാതെ. വലാകിൻ അക്സറകും ലാ യഅലമൂൻ, പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും, അവരിൽ ഭൂരിഭാഗം ആളുകളും ഇക്കാര്യം മനസ്സിലാക്കുന്നില്ല. അവർ മനസ്സിലാക്കാത്തവരാണ്. യഥാർത്ഥത്തിൽ ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരായിരുന്നെങ്കിൽ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതുപോലെ അവക്കിടയിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഹക്ക് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നു.